ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് നവംബർ 2-ാം തീയതിയാണ്. ഇന്ന് നവംബറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നലെ ദീപാവലി ആയിട്ടാണ് നമുക്ക് മെയിനായിട്ടുള്ള എഡിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെ ന്യൂസ് സ്കിപ്പ് ചെയ്തത്. പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വാർത്തകളുള്ള ദർ ആർ ലോട്ട് ഓഫ് വർത്ത് കോൺസെപ്റ്റ്സ് ഫോർ UPSC Prelims Mains അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോ ലെറ്റ്സ് ക്വിക്ലി ഗോ ഓൺ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് നമുക്ക് എക്കണോമിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമി അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെറ്റ്സ് ക്വിക്ലി ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. GST റെസീപ്റ്റ്സ് ഗ്രോത്ത് പിക്സ് അപ്പ് അഗെയിൻ ബട്ട് സ്റ്റിൽ ഓഫ് ദ ടാർഗറ്റ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾ വായിച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്ത് ഞാൻ ആദ്യമേ പറയാം. ഒന്ന് എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് GST റെസീപ്റ്റ്സ് ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഇത് ഈ മാസം വ്യത്യാസം ഉണ്ടാവും, ഒക്ടോബറിൽ മാറും, നവംബറിൽ മാറും, ഡിസംബറിൽ മാറും. മൊത്തത്തിൽ ഏത് ആംഗിളിലാണ് ഇത് മാറുന്നതെന്ന് നമുക്ക് അതിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്രാവശ്യത്തെ ഈ റവന്യൂ സർപ്പാസസ് ഒക്ടോബറിലെയാണ് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത്. 1.8 lakh crores സെക്കൻഡ് ഹയസ്റ്റ് മന്ത്ലി കളക്ഷൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിനി കൂടാം. സെക്കൻഡ് എന്നുള്ളത് ഇനി ചിലപ്പോൾ ഇതിനെ ഫസ്റ്റിനെ ഏറ്റവും കൂടുതൽ. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു 1.1 ലക്ഷം ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയാണ് GST റവന്യൂ ഗവൺമെന്റിന് കിട്ടിയത്. സോ ഒബിയസ്ലി ദിസ് ബ്രിങ്സ് us ടു എ ലാർജർ മാക്രോ എക്കണോമിക് ക്വസ്റ്റൻ. അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിനാൻസ് ആംഗിൾ നമുക്കറിയാം, ഗവൺമെന്റിന് റവന്യൂ കിട്ടുന്തോറും ഗവൺമെന്റിന് കൂടുതൽ ഫണ്ട് കിട്ടുമ്പോൾ ഗവൺമെന്റിന് വരുമാനം കിട്ടുകയാണ്. ആൻഡ് അതിൽ റിട്ടേൺസ് ഉണ്ട്, അതിൽ റീഫണ്ടുകളും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഓൾമോസ്റ്റ് ഗവൺമെന്റ് 8.9% GST കളക്ഷൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. 8.9. അത് റീഫണ്ടും കാര്യങ്ങളും കൂടെ മാറ്റി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് അറൌണ്ട് 7.9% വരെ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ദ അണ്ടർ ഷൂട്ടിംഗ് ബഡ്ജറ്റ് 2024 ടാർഗറ്റ് അനുസരിച്ചിട്ട് GST റവന്യൂ ഗ്രോ ചെയ്യേണ്ട റേറ്റ് എന്ന് പറയുന്നത് 11% ഇതിനകത്ത് കാണുന്നത്. പക്ഷേ 11% ഗ്രോത്ത് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ വി ആർ ഫോളിംഗ് ഷോർട്ട് of 11%, which is actually in the budget, but we are now reached an important thing of almost 8.9% വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വരും മാസങ്ങളിൽ നിങ്ങളിത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇങ്ങനത്തെ കുറേ ആർട്ടിക്കിൾസ് വരും, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷൻ കാര്യങ്ങൾ. സോ ഡെഫിനറ്റ്ലി ബ്രിങ്സ് അപ്പ്, യു ഷുഡ് ഡെഫിനറ്റ്ലി നോ വാട്ട് യു മീൻ ബൈ GST എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് GST എന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് എ GST കൗൺസിൽ. എന്താണ് GST കൗൺസിൽ എന്നുള്ളതും കൂടെ ലോങ് റണ്ണിൽ വി നീഡ് ടു നോ അബൌട്ട് ദിസ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജനുവരി 2023 നോക്കുമ്പോൾ അടുത്ത കഴിഞ്ഞ വർഷം ജനുവരി ഇത് നോക്കുമ്പോൾ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ ഏറ്റവും ഹൈ അടിച്ച വർഷം കണ്ടോ, 210 വരെ അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു പീരീഡിൽ 2.5 ലക്ഷം കോടി വരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം തന്നെയാണ്. സോ ഇത് ഇനിയും കൂടി സെക്കൻഡാണ്, ഇനി ഇത് കൂടാൻ കുറയാൻ ഒക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ആ ഒരു ആംഗിളിൽ മാത്രം കണ്ടാൽ മതി. സോ GST എന്താണെന്നുള്ളത് മാത്രം ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചാൽ മതി. സോ അടുത്തത് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അഗെയിൻ ബ്രിങ്ങിങ് ഇൻ ടു എ ലാർജർ കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഇസ് PMLA. എന്താണ് PMLA? നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. ഈ PMLA ആണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ വന്ന ന്യൂസ് പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതാണ്. വെദർ ഇറ്റ് ഇസ് PMLA ഓർ ഇറ്റ് ഈസ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആണെങ്കിലും അൺലോഫുൾ പ്രിവെൻഷൻ ആക്ടിവിറ്റി UAP ആണെങ്കിലും ഇതിനകത്തൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള എന്നുള്ളതൊരു ഫാക്ടറാണ്. ഗെറ്റിംഗ് ബെയിൽ ഇസ് എ വെരി ഡിഫിക്കൽട്ട് കണ്ടീഷൻ. രണ്ട് കേസിലും നിങ്ങൾ അൺലോഫുൾ ആയിട്ട് അറസ്റ്റ് ചെയ്തോ, നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ വാർ വേജ് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ PMLA അല്ലെങ്കിൽ മണി ലോണ്ടറിങ് നടത്തിയാലും നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ബെയിൽ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാസം പഠിച്ചിരുന്നു. അതുമാത്രമല്ല ഇത് ചാർജ് ചെയ്തപ്പെട്ട ഒരുപാട് ആൾക്കാർ അണ്ടർ ട്രയൽ ആണെന്നും പറയുന്നുണ്ട്. അണ്ടർ ട്രയൽ ഡിറ്റൻഷൻ, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിധി വരാണ്ട് ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട്, ജാമ്യം കൊടുക്കാണ്ട്. അപ്പോൾ അത് ജസ്റ്റിസ് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളത് കോടതിയുടെ ഒരു പരാമർശവും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ കോൾഡ് സെക്ഷൻ 45 Clause 1. എങ്ങനെയൊക്കെ ജാമ്യം കിട്ടാം, PMLA കേസിൽ വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം. സോ ദ പ്രൊവിഷൻ ടു സെക്ഷൻ 45(1) ഓഫ് ദ PMLA സ്പെസിഫിക്കലി കോണ്ടം എ പേഴ്സൺ ഹു ഇസ് സിക്ക്, വയ്യാണ്ടിരിക്കുന്ന ഒരാൾക്ക്
ഓർ ഇൻഫേം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, വളരെ ഫ്രെയിൽ ആയിട്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈസ് എ വെരി വീക്ക് പേഴ്സൺ. ദാറ്റ് മീൻസ് ഫ്രെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി റിലീസ്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് സിക്ക് ആവാം, അല്ലെങ്കിൽ ഇൻഫേം ആവാം, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വേണമെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയാണെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാം. സോ ഇവർക്കെല്ലാം ഈ ജാമ്യം വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം. സോ ദ അക്യൂസ് വുഡ് ഗെറ്റ് ബെയിൽ ഓൺ ദ കോർട്ട് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദർ ഇസ്, ഈ പറയുന്ന ഏതെങ്കിലും കണ്ടീഷൻ കോടതിക്ക് ബോധ്യം വന്നാൽ ദ കോർട്ട് ക്യാൻ അലോ എ ബെയിൽ ഇൻ സച്ച് സിറ്റുവേഷൻ, പ്രൊവൈഡഡ് പറയുന്നുണ്ട്, പ്രൊവൈഡഡ് കോർട്ട്സ് റീസണബിളി ബിലീവ്സ് ദാറ്റ് ഈ പറയുന്ന ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഇനി അടുത്ത ഒഫൻസ് കമ്മിറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവരെ വേണമെങ്കിൽ വിടാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ഈ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ. സോ ഈ അടുത്തൊരാൾക്ക് കാർഡിയക് അറസ്റ്റും അങ്ങനത്തെ കാർഡിയക് ഫംഗ്ഷൻ കാരണമൊക്കെ വിട്ടു. സോ ഇത് ജാമ്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 45 ഓഫ് PMLA ആക്ട് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇത് എല്ലാത്തിലും ജാമ്യം കിട്ടാൻ പാടായിരുന്നു. അതിൻ്റെ ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ആണ് ഞാനിപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ ഡൽഹി എഡിഷനാണ് നോക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ കേരള എഡിഷനിലുള്ള ഒരുപാട് നാഷണൽ വാർത്തകളൊന്നും, ഡൽഹിയിലുള്ള ഒരുപാട് നാഷണൽ വാർത്തകൾ നമ്മുടെ കേരള എഡിഷനിൽ വരില്ല. സോ അതൊന്നും ന്യൂസ് അല്ല, അതൊന്നും ഇമ്പോർട്ടൻറ്റ് വാർത്തയല്ല നമുക്ക് പറയാനും സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാം. സോ നൗ ദ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് കോൾഡ് പുവർ എയർ ക്വാളിറ്റി. സോ ദിസ് ബ്രിങ്സ് us വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എയർ ക്വാളിറ്റി ഇൻഡെക്സ് പല സ്റ്റേറ്റ്സിൻ്റെയും പല സിറ്റീസിൻ്റെയും 200-ന്റെ മുകളിലാണെന്നാണ് പറയുന്നത് ദിവാലി കാരണം. ചിലതിൻ്റെ ഏകദേശം 367 ഒക്കെ പറയുന്നുണ്ട്. അത്രയും പടക്കം പൊട്ടിച്ച്. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്ത് ഫിൽറ്ററിൻ്റെ ബേസിസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നല്ല ക്ലാരിറ്റിയോടെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണെന്ന് നമുക്കറിയണം. സോ ദിവാലി കാരണം കണ്ട് ഓരോ സിറ്റിയുടെയും, ആൻഡ് ഓൾസോ പ്രിലിംസിന് വേണ്ടിയാണെങ്കിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. CA QM ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എങ്ങനെ മെഷർ ചെയ്യും. അതേപോലെ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്താണ്, PM 2.5 PM 10 എന്നൊക്കെ പറയുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് പാർട്ടിക്കുലേറ്റ് മാറ്റർ? ഇതെന്താണ്, കൂടിക്കഴിഞ്ഞാൽ ഡെഡ്ലി ആണോ? ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഓരോന്നിൻ്റെ വാല്യൂ ഉണ്ട്, എല്ലാം 300-ന്റെ മുകളിലാണ്. അംബാല, അമൃത്സർ, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, ബിക്കാനേർ, ഗുഡ്ഗാവൺ, ഗാസിയാബാദ്, കുരുക്ഷേത്ര, ലക്നൗ, ചണ്ഡീഗഡ് എല്ലാം 300 റേഞ്ചിന് മുകളിലാണ്. അത്ര പൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം പടക്കം പൊട്ടിക്കരുതെന്ന് ഡൽഹിയിൽ പറഞ്ഞിട്ട് പോലും അത്രയും സ്ക്വയർ ഉണ്ടായിട്ട് പോലും ആൾക്കാരെ നിരത്തി പിടിച്ച് പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. സോ എൻവയോൺമെൻറ്റ് വളരെ പ്രശ്നമാകുന്നതിൻ്റെ വേറൊരു കാര്യം ഇവിടെ എല്ലാം വിൻ്റർ ആവുന്നതുകൊണ്ടും കൂടാണ്. സിൻസ് ഇറ്റ്സ് എ വിൻ്റർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം ദർ. അതും വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പൊല്യൂഷൻ ആംഗിളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് എയർ ക്വാളിറ്റി കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റോടെ നമുക്ക് കിട്ടണം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റേറ്റ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിലും ഒരുപാട് ചെറിയ വാർത്തകളാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് വാർത്തകൾ ഇതിനകത്തുണ്ട്. സോ ലോഡ് ചെയ്യാൻ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഇവിടെ ഗുജറാത്തിൽ ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞു പോവാം. വേസ്റ്റ് ടു എനർജി. എന്താണ് ഈ വേസ്റ്റ് ടു എനർജി എന്ന് പറയുമ്പോൾ? വേസ്റ്റ് ടു എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, വേസ്റ്റിൽ നിന്നും എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. ഗുജറാത്ത് ലാർജസ്റ്റ് വേസ്റ്റ് ടു എനർജി പവർ പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ നല്ലതല്ലേ. സോളിഡ് വേസ്റ്റ് ടു എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ മുനിസിപ്പൽ വേസ്റ്റ് ഒക്കെ വരുന്നത്, അങ്ങനെ വരുന്ന മുനിസിപ്പൽ വേസ്റ്റും ഈ വേസ്റ്റിനെയൊക്കെ കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് സ്റ്റീമറും ബോയിലറൊക്കെ വെച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി? വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് അല്ല. സോ റിമെമ്പർ, എന്താണെന്ന് ഓർത്ത് വെക്കുക. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് WTE ഓർ വേസ്റ്റ് ടു എനർജി? വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദിസ്? ഇത് മെയിൻസിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. വാട്ട് ഇസ് ദിസ് കോൺസെപ്റ്റ്? എന്താണ് ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഹാവ് എൻ ഐഡിയ. ചെറിയൊരു ആർട്ടിക്കിൾ ആണ്, പക്ഷേ WTE എന്ന് പറയുന്ന ലാർജർ എൻവയോൺമെന്റ് കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കും കൂടെ ആണത്. പിന്നെ ഗോവ സ്പീക്കറിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ എടുത്തു പറയുമ്പോൾ ഗോവ സ്പീക്കറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾ വേറെ ഒന്നുമല്ല, ഡിഫെക്ഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് MLA ഹു ഡിഫെക്റ്റഡ് ടു BJP. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം പൊളിറ്റിക്കൽ, ഇത് ഇന്ത്യൻ പോളിറ്റി ഗവർണൻസിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. വാട്ട് എക്സാക്ട്ലി, എങ്ങനെയാണ് ഡിഫെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഡിഫെക്റ്റഡ് വരുന്നത്? ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, 8 കോൺഗ്രസ് MLA മാര് പെട്ടെന്ന് തന്നെ BJPയിലേക്ക് മാറിപ്പോയി. അങ്ങനെ വരുമ്പോൾ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ പണ്ട് ഇതിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഡിഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു കോൺസെപ്റ്റ്. നമ്മൾ ഇന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി എക്സ് എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുകയാണ്. നിപ്പിൽ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ വൈ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോയി. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയി. രാത്രി പിന്നെ ലൈറ്റ് മോർണിംഗ് ആയപ്പോൾ നമ്മൾ വേറൊരു പൊളിറ്റിക്കൽ, ഒരു ദിവസം തന്നെ എത്ര പാർട്ടി മാറിയ ആൾക്കാരുണ്ടെന്നറിയോ? ഇങ്ങനെ പാർട്ടി നിപ്പിൽ മാറുന്നതിനാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആയാറാം വന്നു പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പാർട്ടി മാറണമെങ്കിൽ ഇതെന്താണ് പറയുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യു ക്യാൻ ഗോ ബാക്ക്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10th ഷെഡ്യൂളാണ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. 10ാമത്തെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഡിഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഡിഫെക്ഷൻ വരേണ്ടത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്, അതായത് ഏതെങ്കിലും ഒരു പാർട്ടി മെർജ് ചെയ്യുന്ന സമയത്ത്, ഒരു പാർട്ടി മെർജർ നടക്കുമ്പോൾ 1-2 പാർട്ടി വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ ചേർന്ന് അതിൽ ചേരണോ വേണ്ടതെന്ന് 2 അഭിപ്രായം വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പാർട്ടി വിടാം. പാർട്ടി മേജർ വരുന്നത് ഇപ്പം ഇപ്രാവശ്യം ഈ ഗോവ സ്പീക്കറിൻ്റെ അടുത്തും പറഞ്ഞ പ്രധാനപ്പെട്ട ക്ലോസ് ഇതാണ്, ദാറ്റ് വി ഷുഡ് റീഡ് പാരാ നമ്പർ 2. ഇതിലെടുത്ത് പറയുന്നുണ്ട്, പാരാ നമ്പർ 2 ഓഫ് ദ 10th ഷെഡ്യൂൾ എടുക്കുമ്പോൾ ഈ ഡിഫെക്ഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എക്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു പാർട്ടി വിട്ടു വേറൊരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്താൽ അത് ഡിഫെക്ഷൻ ആണോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്, എക്സ് എന്ന് പറയുന്ന ആള്, അല്ല ഈ പറയുന്ന പോലെ എ എന്ന് പറഞ്ഞ ഒരാൾ എക്സ് പാർട്ടിയിലാണ് ഉണ്ടായിരുന്നത്, അയാൾ വൈ പാർട്ടിയിലേക്ക് പോയ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറയുന്ന പാർട്ടി എനെ പുറത്താക്കുകയാണെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല. ആ പാർട്ടി എനെ പുറത്താക്കി, ഞങ്ങൾ ഇനി പാർട്ടി നടപടി പുറത്താക്കി കഴിഞ്ഞാൽ അയാൾക്ക് വേറെ പാർട്ടി ഇല്ലല്ലോ, അപ്പോൾ അയാൾക്ക് വേറെ പാർട്ടി പോയി ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ പോകുന്നത് ഡിഫെക്ഷൻ അല്ല. പാർട്ടി പുറത്താക്കിയിട്ടല്ലേ പോകുന്നത്, അപ്പോൾ പാർട്ടി നിന്നുകൊണ്ട് തന്നെ മാറാൻ പാടില്ല. അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിനകത്ത്. ഇറ്റ് ഓൾസോ മെൻഷൻ അബൌട്ട് it talks about para 4 of the 10th schedule does not contemplate merger of the political party. So merger നടന്നിട്ടില്ലെങ്കിൽ ഇത് പാടില്ല എന്നാണ് പറയുന്നത്. സോ ഇതൊരു ലാർജർ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ പോളിറ്റിയിലൊക്കെ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ തിരിച്ചു പോയിട്ട് ഉറപ്പായിട്ടും ഡിഫെക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളതും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാനെ കുറിച്ചിട്ടാണ്. രാജസ്ഥാൻ്റെ മിനറൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. രാജസ്ഥാൻ ഈസസ് അവിടെ ഓൾറെഡി ക്വാറി ചെയ്യുന്ന മൈനർ മിനറൽസിൽ ക്വാറി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു വാർത്തയാണ്, കുറച്ചുകൂടെ എളുപ്പത്തിൽ ലൈസൻസ് റിന്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. ലൈസൻസ് എമൗണ്ട് വേണമെങ്കിൽ പല ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടൊക്കെ അടച്ചാൽ മതി, പേപ്പർ വർക്ക് കുറച്ചുകൂടെ എളുപ്പമായി, ഇവിടെ ഡയറക്ട്ലി ഇവിടെ ആപ്ലിക്കേഷനൊക്കെ എളുപ്പമായി. അപ്പോൾ എന്താണ് ഈ ക്വാറിയിങ് മൈനർ മിനറൽസ് എന്ന് പറയുന്ന ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് ഉണ്ട്. UPSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ്, എസ്പെഷ്യലി നമ്മൾ എക്കണോമിക് ജോഗ്രഫിയിലൊക്കെ പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസോഴ്സസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്ന ചോദ്യം വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് mica is largely produced, mica can be largely seen in Bihar. In the statement number 1, iron ore is largely found in Khetri, Rajasthan. Copper is widely found in Chhattisgarh in Bastar region. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് UPSCയിൽ ചോദിക്കുന്നത്, if you analyze the previous year question paper, you will come across this very important concept. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മൈൻസ് ആൻഡ് മിനറൽസിനകത്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ രാജസ്ഥാനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈനർ മിനറൽസ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ എന്താണ് എടുത്ത് എഴുതേണ്ടത്? ഒന്ന് മാർബിൾ, മേസൺറി സ്റ്റോൺ, ലൈം സ്റ്റോൺ, ഗ്രാനൈറ്റ്, ഫെൽസ്പാർ, ക്വാർട്സ്, സിലിക്ക, സാൻഡ്. ഈ പറയുന്നതെല്ലാം രാജസ്ഥാനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസിലേക്കുള്ളൊരു ഡയറക്റ്റ് ഇൻപുട്ട് കിട്ടുകയാണ് അവിടെ. സോ പ്ലീസ് റിമെമ്പർ മാർബിൾ, മേസൺറി സ്റ്റോൺ, ലൈം സ്റ്റോൺ, ഗ്രാനൈറ്റ്, ഫെൽസ്പാർ, ക്വാർട്സ് ആൻഡ് സിലിക്ക സാൻഡ്, ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. സോ പ്ലീസ് റിമെമ്പർ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമുക്ക് റിസോഴ്സസ് എന്ന രീതിയിൽ. സോ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടൊരു വാർത്തയും ഹൈക്കോടതിയുടെ ഒരു വിധി വന്നതുകൊണ്ട് നമുക്കൊരു ഗവർണൻസ് രീതിയിൽ കാണാവുന്ന ഒരു വാർത്തയാണ്. സ്പൗസൽ പ്രൈവസി ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്. നമ്മൾ ഇന്നലെ കുറച്ച് ദിവസം മുന്നേ പുട്ടസ്വാമി മരിച്ചപ്പോഴൊക്കെ റൈറ്റ് ടു പ്രൈവസി, ആർട്ടിക്കിൾ 21, ബ്രീച്ച് ഓഫ് പ്രൈവസി, അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചായിരുന്നു, എല്ലാവരും ഒരേപോലെ പ്രൈവസി നമ്മുടെ റൈറ്റ് ടു ലൈഫാണ്, അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പ്രൈവസി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ശരിക്കും നമുക്ക് പ്രൈവസി ബ്രീച്ച് നടക്കുന്നില്ലേ? ഇന്ത്യയിൽ ഓരോ സെക്കൻഡും പ്രൈവസി ബ്രീച്ച് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ട്? സോ പ്രൈവസി ബ്രീച്ച് നടക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് സ്പൗസൽ പ്രൈവസിയാണ്. എയും ഞാൻ പെട്ടെന്ന് കഥ പറഞ്ഞു തരാം. ഇതിൻ്റെ എയും ബിയും ഭാര്യയും ഭർത്താവുമാണ്, ബി ആണ് വൈഫ്.
അപ്പോൾ എയും ബിയും തമ്മിൽ ഭാര്യയും ഭർത്താവ് റിലേഷൻ ആണെങ്കിൽ എക്ക് ബീനെ ഡിവോഴ്സ് ചെയ്യണം. അതാണ് പോയിന്റ്. ഭാര്യനെ ഡിവോഴ്സ് ചെയ്യണം. അപ്പോൾ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ പല കാരണങ്ങളും ഡിവോഴ്സ് ചെയ്യാമല്ലോ. സംശയം കൊണ്ട് ഡിവോഴ്സ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി അഡൾട്ടറി കമ്മിറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അഡൾട്ടറി കമ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇല്ലിസിറ്റ് റിലേഷൻ ഉണ്ടോ, ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ രീതിയിൽ ഭാര്യയുടെ ബി എന്ന് പറയുന്ന ഭാര്യയുടെ സമ്മതമില്ലാണ്ട് എ സർവിലൻസ് നടത്തി എന്ന് വിചാരിച്ചോ. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ്, ഇതിൽ പറയുന്നുണ്ട്, ഇറ്റ്സ് കോൾഡ് ഇൻവേസീവ് സർവിലൻസ്. ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു സർവിലൻസ് നടത്തി എന്ന് വിചാരിച്ചോ, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. അത് തെറ്റാണ്. ആ റൈറ്റ് ഭർത്താവിന് ഇല്ല. ഭാര്യയുടെ സമ്മതം കൂടാണ്ട് ഭാര്യനെ സ്പൈ ചെയ്യാനോ ഭാര്യയുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിച്ച് അതെടുക്കാൻ അത് സ്പൗസൽ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡിവോഴ്സിന് വേണ്ടി അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. സോ അതാണത്. അലജിങ് ക്രൂവൽറ്റി, അഡൾട്ടറി, ഡെസേർഷൻ, ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഏറ്റവും രസം, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കേസാണ്. ലോ കനോട്ട് പെർമിറ്റ് ഓർ എൻകറേജ് സ്നൂപ്പിംഗ് ബൈ വൺ സ്പൗസ് ഓൺ ദി അതർ. മധുരൈ ബെഞ്ചാണ്, മദ്രാസ് ഹൈക്കോർട്ടിന്റെ മധുരൈ ബെഞ്ചാണ് ഇത് തീരുമാനം എടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ബ്രീച്ച് ഓഫ് പ്രൈവസി ആണ്. അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സിം കാർഡ് ഭാര്യയുടെ ആണെങ്കിൽ ഒരു റൈറ്റും ഇല്ല. അപ്പോഴും അത് ഭാര്യയുടെ ഇത് ചെയ്യാൻ പാടില്ല. അപ്പം ഇത് എടുത്തു പറയുന്ന സെക്ഷൻ, ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഒന്നുകൂടെ നോക്കേണ്ടതാണ്. സെക്ഷൻ 63 and 39 ഓഫ് ഭാരതീയ സാക്ഷ്യ അധിനിയം. എന്താണത്? ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്കറിയാം IPCയും ഇതൊക്കെ പേര് മാറ്റി ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ കൊണ്ടപ്പോൾ എന്താണ് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 195 IT ആക്ട്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സാക്ഷ്യ അധിനിയം ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872 അതൊക്കെ പഴയ നിയമങ്ങളാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതാണ് റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ റിമെമ്പർ സെക്ഷൻ 79A ഓഫ് IT ആക്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. സോ ദാറ്റ് ഈസ് ദ മെയിൻ. ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ കഥ. സോ നാഗാലാൻഡിലെ പ്രശ്നം ഭയങ്കര ഇഷ്യൂ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇന്ന് മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നാഷണൽ പേജിലും കിടപ്പുണ്ട്. നാഗ ഔട്ട്ഫിറ്റുകൾ, നമ്മൾ അസാം അക്കോർഡ് എന്നൊക്കെ പറയുന്ന പോലെ നാഗാലാൻഡിലെ ആൾക്കാർക്കും ദേ ഹാവ് എ ലോട്ട് ഓഫ് ഡിമാൻഡ്സ് അവർക്ക് വേണ്ടിയുള്ള. ആൻഡ് നാഗ ഓർഗനൈസേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മണിപ്പൂരിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് നമ്മൾ പറയുന്നത്. അടുത്ത ഇതിൽ ഞാൻ നാഗാലാൻഡിന്റെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്, നാഗ അക്കോർഡ് ഒക്കെ പോലെ. ഇവിടെ എടുത്തു പറയേണ്ടത് അരംബൈ തെങ്കോൾ, ഇതൊരു ഓർഗനൈസേഷനാണ്. ഇതിനു വേണ്ടി ഒരു മീറ്റി ട്രൈബ്സിന്റെ, മണിപ്പൂരിലെ അറിയാലോ കുക്കി മേറ്റി എന്നൊക്കെ പറയുന്ന മീറ്റിക്കാരുടെ അരംബൈ തെങ്കോൾ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. സോ അത് വേറെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. നാളെ ഈ അരംബൈ തെങ്കോൾ എന്ന് കാണുമ്പോൾ നമുക്ക് അറിയണം. നമ്മൾ പറയല്ല, നാഗാലാൻഡിലൊക്കെ ഐസക് ആൻഡ് മുയേവ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, ഐസക് ആൻഡ് മുയേവ. അപ്പോൾ ഒരു ഓർത്തു വെച്ചു, അരംബൈ തെങ്കോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ വാർത്തകളെല്ലാം മാറ്റി സ്റ്റേറ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ, യെസ്, ഹിയർ വി ഗോ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. ഇന്ത്യസ് ഫസ്റ്റ് അനലോഗ് സ്പേസ് മിഷൻ കിക്സ് ഓഫ് ഇൻ ലേ. ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് സ്പേസ് മിഷൻ ആണത്. എന്താണ് ഈ അനലോഗ് സ്പേസ് മിഷൻ? അനലോഗ് വാച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അനലോഗ് ഡിജിറ്റൽ എന്നൊക്കെ പറയുന്നല്ലോ. എന്താണ് ഈ അനലോഗ് സ്പേസ് മിഷൻ എന്ന് പറഞ്ഞാൽ? ഐ എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ്. ഇത് ലേയിലാണ് ഇതിന്റെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിന് വേണ്ടി ഇന്ത്യ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മനുഷ്യൻ സ്പേസിലേക്ക് പോകുന്നതും മൂണിലേക്ക് പോകുന്നതും മാർസിലേക്ക് പോകുന്നതും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം മനുഷ്യന് മാർസിലേക്കും മൂണിലേക്കും ഇവിടെയൊക്കെ പോവെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എങ്ങനെയാണ്? അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ടെറൈൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടുത്തെ ടെറൈൻ. ഇത് മൂവ് ചെയ്യണം. അവിടുത്തെ ടെറൈനിലൊക്കെ ഇത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പഠിക്കാണ്ട് എങ്ങനെയാണ് നമ്മൾ മാർസിൻ്റെയും മൂണിൻ്റെയൊക്കെ സ്പേസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് അവിടെ പോകാൻ പറ്റുന്നത്? അപ്പം നന്നായിട്ട് യു നീഡ് ടു ഹാവ് എ സിമുലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ലോണം സിമുലേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഓൾറെഡി നിങ്ങൾ സ്പേസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ആർമിയുടെ ഒക്കെ കയ്യിൽ സിമുലേറ്റർ ഉണ്ട്. പ്രത്യേകിച്ച് എയർഫോഴ്സ് പൈലറ്റിനെയൊക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ബോയിങ്ങിൻ്റെ ഒക്കെ മെഷീൻ ഉണ്ട്, സിമുലേറ്റർ മെഷീൻ ഉണ്ട്. അതിനകത്ത് കയറിയിരുന്നാൽ നമുക്ക് പ്ലെയിനിന്റെ കോക്പിറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും ലഡാക്കിൽ ലാൻഡ് ചെയ്യുന്നതാണെങ്കിൽ ലഡാക്കിന്റെ അതേ എയർ പ്രഷറും കാര്യങ്ങളും ആ ടെമ്പറേച്ചറും അങ്ങനത്തെ കാര്യങ്ങളും ടെർബുലൻസ് ഒക്കെ നമുക്ക് തരും. ശരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതെല്ലാം സിമുലേഷനാണ്. അതേപോലെ ലഡാക്കിലെ ലേ ഏകദേശം ഈ പറയുന്ന സ്ഥലത്തിന്റെ മൂൺ മാർസിന്റെ ഒക്കെ അതേപോലത്തെ ടെറൈൻ ആയതുകൊണ്ട് ഇവിടെ നമുക്കൊരു ട്രയൽ നടത്താം. ഇറ്റ്സ് കോൾഡ് എ ഡ്രസ് റിഹേഴ്സൽ. നമുക്കൊരു ഡ്രസ് റിഹേഴ്സൽ നടത്താം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് അനലോഗ് സ്പേസ് മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അനലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്
ഇംഗ്ലീഷിൽ അനലോഗസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് കോണ്ടെക്സ്റ്റിലാണ്. അനലോഗസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സിമിലർലി എന്നാണ് അർത്ഥം. സിമിലർലി എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സിമിലർ ടു ദ അതർ കണ്ടീഷൻസ് എന്ന വാക്കാണ്. അപ്പൊ ട്രയൽ റൺ നടത്താനാണ് അവർ പോകുന്നത്. കണ്ടോ, സിമുലേറ്റ് ലൈഫ് ഇൻ ഇന്റർപ്ലാനറ്ററി ഹാബിറ്റാറ്റ് ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ്. നല്ലൊരു കാര്യമാണ് ചെയ്ത് നോക്കുന്നത്. ഇത് ISROയും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ലഡാക്ക്, IIT ബോംബെ, ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അതും ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താണ് ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പോളിറ്റി ലെവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. എക്സ്ട്രാ ചാർജ് കണ്ടീഷൻ മാർസ് ആൻഡ് മൂൺ എനേബിളിംഗ് ഇന്ത്യ ടു സ്പേസ് ഫ്ലൈറ്റിന് വേണ്ടി. അത് ലഡാക്കിന് കുറച്ചുകൂടെ അത് നല്ല സ്ഥലമായതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. അനലോഗ് മിഷൻ എന്താണെന്നുള്ളൊരു വാർത്തയും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ എഡിറ്റോറിയലിൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. എഡിറ്റോറിയലിൻ്റെ ക്രക്സ് പറയുന്ന എഡിറ്റോറിയൽ സമ്മറി ഉള്ളതുകൊണ്ട് ഓൾറെഡി അത് പെയ്ഡ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാം. ഡെഫിനറ്റ്ലി ആസ് ദ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാതിരിക്കേണ്ട. ഇവിടെ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കോർ കറക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് എബിങ് ഔട്ട്പുട്ട് ട്രിഗർ ക്യാപിറ്റൽസ് ഗ്രോത്ത് കൺസേൺസ്. ഇത് ഞാൻ 2 ദിവസം മുന്നത്തെ ഹിന്ദുവിൽ പറഞ്ഞതാണ്. എബിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് ഡിക്ലൈനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ കാര്യം പറഞ്ഞിരുന്നു, ക്യാപെക്സ് മാർക്കറ്റ്. ഇന്ത്യയുടെ ക്യാപെക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റോഡ്, ബ്രിഡ്ജ്, പോർട്ട്, എന്തെങ്കിലും ഒരു അസറ്റ് പോലത്തെ കാര്യം ക്രിയേറ്റ് ചെയ്ത് ഒരു പബ്ലിക് ഗുഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ്സ് കോൾഡ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് സ്റ്റേറ്റ് ഈയിടെയായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ, എത്രയോ സ്റ്റേറ്റുകളിൽ ഇത് ലോ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോ ആയാൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നൊരു സംഭവമുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അർബൻ ഏരിയാസിൽ ഡിമാൻഡ് കുറവാണെന്ന് പറഞ്ഞത്, ഫുഡ് ഡ്യൂറബിൾ പ്രോഡക്ട്സിനും ആൾക്കാർ വാങ്ങുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ 2-3 ദിവസം മുമ്പേ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ടോക്സ് അബൌട്ട് 8 കോർ ഇൻഡസ്ട്രീസ്. അത് ഞാൻ ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു അബ്രിവേഷനൊക്കെ ഞാൻ കാണാതെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പം നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും ഏതൊക്കെയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ, കോൾ ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, അതേപോലെ റിഫൈനറി പ്രോഡക്ട്സ് ഉണ്ട്, ആൻഡ് യു ഹാവ് സ്റ്റീൽ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫെർട്ടിലൈസർ ഉണ്ട്, സിമെന്റ് ഉണ്ട്. പിന്നെ കുറെ എങ്ങനെ വേണം നിങ്ങൾക്ക് തിരിക്കാം. 8 കോർ ഇൻഡസ്ട്രി ഉണ്ട്. ഓൾമോസ്റ്റ് 40% ഓഫ് ഇന്ത്യസ് ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോർ ഇൻഡസ്ട്രീസ് ആണ്. ഇത് ഡിക്ലൈൻ ചെയ്ത് എത്രയോ % ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടും കുറയും ഒക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടായാൽ മതി. കോർ ഇൻഡസ്ട്രീസ് എന്താണെന്നൊക്കെ ഉള്ളത് ഓർമ്മ ഉണ്ടാക്കാൻ പറ്റിയാൽ മതി. ഓക്കെ, സോ അതൊരു വേറെ ഡിബേറ്റ് തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് നടന്ന എക്സ്പ്ലോസീവ്, നമ്മുടെ വെടിക്കെട്ടിന്റെ ഏറ്റവും വലിയത്. കേരളം എന്നും പോപ്പുലർ ആവുന്ന തൃശ്ശൂർ പൂരത്ത് വെടിക്കെട്ട് വന്നാലും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്ലോസീവ് ആക്ട്. ഞാൻ അന്നും പറഞ്ഞതാണ്, എക്സ്പ്ലോസീവ് ആക്ടിൽ എനിക്ക് തോന്നുന്നു 6 days ബാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലോസീവ് ആക്ടിൽ കേരളം ഒരുപാട് എക്സെപ്ഷൻസ് സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിക്കുന്നുണ്ട്. അതായത് അന്നും പറഞ്ഞു 200 മീറ്ററിനുള്ളിൽ തന്നെ പടക്കം വെക്കുന്ന സ്ഥലത്തൊന്നും ആൾക്കാർ വരാൻ പാടില്ല, അത്രയും വലിയ റേഡിയസ് പെരിമീറ്റർ അവർ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്പലങ്ങളിലും ഇതിലും റെഗുലേഷൻസ് പ്രോപ്പർ ആയില്ലെങ്കിൽ അത്രയും അധികം ആൾക്കാർ മരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നീൽഗിരീസിനെ കുറിച്ചൊരു ആർട്ടിക്കിളാണ്. ഇത് എൻവയോൺമെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫുൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഓൾറെഡി എഡിറ്റോറിയൽ ക്ലാസ്സിൽ കൺവേ ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യം പറയുന്നത്, എവിടെയാണ് നീൽഗിരി എന്ന് ഓർത്ത് വെക്കണം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നീൽഗിരി ഇസ് ദ ഇന്ത്യസ് ഫസ്റ്റ് യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആണ്. സോ ബയോസ്ഫിയർ ആണ് ഇത്. ഓൾമോസ്റ്റ് ഷെയർഡ് എന്ന രീതിയിൽ കർണാടക, കേരള ആൻഡ് തമിഴ്നാടു എല്ലാവരും ഒരുമിക്കുന്ന ഒരു ഇതാണ് നീൽഗിരി. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ നീൽഗിരി എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് ഈ ബയോസ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രിലിംസിന് വേണ്ടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ അബൌട്ട് ദിസ് ബയോസ്ഫിയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഇതിൽ കാണുന്നുണ്ട് കർണാടക, കേരള, തമിഴ്നാടു, ദി ഐക്കോണിക് ദൊഡ്ഡബെട്ട. ഇത് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതിന്റെ ഫ്ലോറ ഫോണ അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ അത് പറയുന്നില്ല. ഇത് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് രീതിയിൽ പ്രൊട്ടക്ഷൻ ഇത് പറയുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദർ ഇസ് അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ. നാഷണൽ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ നാഷണൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉണ്ട്. അതേപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് 2022 ഉണ്ട്. അതിൽ ഷെഡ്യൂൾ 1 ആനിമൽ ഏതാ, ഷെഡ്യൂൾ 2 ഏതാ, ആന ഏതിലാണ് വരുന്നത്, ടൈഗർ ഏതിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ ന്യൂസ് തന്നെ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെ ഷെഡ്യൂളിലാണ് വരുന്നത്, ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ആർക്കൊക്കെയാണ്, ആരെയൊക്കെ കൊല്ലാം, ഏതൊക്കെ ആനിമൽസിനെ വേണമെങ്കിൽ കൊല്ലാം, എന്താണ് വേർമിൻ എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. സോ അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ബയോസ്ഫിയർ എന്താണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്തു. ഇവിടെ പറയുന്നൊരു ഗ്രോത്ത് ഉണ്ട്. ഈ കൺസർവേഷൻ എല്ലാം വരേണ്ടത് ഒരു രീതിയിലാണ്.
അത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇറ്റ്സ് ആക്ച്വലി സമാജ് കണ്ടോ, സമാജ് സർക്കാർ ആൻഡ് ബസാർ അപ്രോച്ച് മോഡൽ എന്നാണ് പറയുന്നത്. നല്ലൊരു പേരാണ്, നിങ്ങൾക്ക് മെയിൻസിനകത്തൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു മോഡലാണ് സമാജ് സർക്കാർ ബസാർ മോഡൽ. സമാജ് എന്ന് പറഞ്ഞ സൊസൈറ്റി, സർക്കാർ എന്ന് പറഞ്ഞ ഗവൺമെന്റ്, ബസാർ എന്ന് പറഞ്ഞ മാർക്കറ്റ്. സോ സൊസൈറ്റി, ഗവൺമെന്റ് ആൻഡ് മാർക്കറ്റ് മോഡൽ എന്നാണ് ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ വിളിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് വൊക്കാബുലറി. യു ക്യാൻ ഡെഫിനറ്റ്ലി ആഡ് ഇറ്റ്. നിങ്ങളുടെ എഴുത്തിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഈ എഡിറ്റോറിയൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് എത്ര ടോപ്പിക് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, എന്താണ് COP29 കോൺഫറൻസ് ഓഫ് പാർട്ടി, ഇപ്പോൾ ഓൾറെഡി അസർബൈജാനിൽ നടക്കുന്നുണ്ട്. സോ എന്താണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ തൊട്ട് മുന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് UNFCCC, എന്താണ് COP, എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ, എന്താണ് പാരീസ് എഗ്രിമെന്റ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ് കാർബൺ ഓഫ് സെറ്റിംഗ്. സോ നമ്മുടെ ആപ്പ് ലേൺ സ്ട്രോക്ക് IAS ഫാക്ടർ ബൈ ലേൺ സ്ട്രോക്കിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ക്ലാസ്സുകളെല്ലാം കറണ്ട് അഫയേഴ്സിന്റെ കിടപ്പുണ്ട്. സോ ഇത് മാത്രമല്ല, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ്, ഇതും കൂടെ എടുത്തു പറയാം, എല്ലാം പറഞ്ഞില്ലെങ്കിലും, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് NCQG? അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ലൊരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്. എന്താണ് പുതിയ, ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ആണ് NCQG എന്ന് ഇവിടെ വിളിക്കുന്നത്. ഇറ്റ്സ് എ ന്യൂ, എന്താണ് NCQG എന്ന് വെച്ചാൽ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ആണ് NCQG എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. സോ അതേപോലെ തന്നെ നോ അബൌട്ട് ദ മീത്തേൻ ഡിപ്ലോമസി. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? മീത്തേൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, മീത്തേൻ എമിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ US ചൈന മീത്തേൻ റിലേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ദ ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ്. ഞാനത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇന്നത്തെ ക്ലാസ് തീരില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ് എന്താണെന്നും കൂടെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അടുത്ത പ്രാവശ്യം. വാട്ട് ഈസ് ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ് എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോ അബൌട്ട് ദിസ്. പിന്നെ മീത്തേൻ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഇതിന്റെ പ്രോപ്പർട്ടീസ്, എന്താണ് മീത്തേൻ, എന്താണ് മീത്തേൻ, എങ്ങനെ ഹാംഫുൾ ആണെന്നൊക്കെ ഉള്ളതും കൂടെ നിങ്ങൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കണം. സോ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ടോപ്പിക്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഗവൺമെന്റ് സ്കീംസ് ചോദിക്കുന്നുണ്ട്. എന്താണ് ഗോബർധൻ, വാട്ട് ഈസ് ദ ഗോബർധൻ സ്കീം, ആൻഡ് ഓൾസോ വാട്ട് ഈസ് NMSA, എന്താണ് ഈ NMSA, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, NMSA എന്താണെന്നും കൂടെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. സോ അത്രയ്ക്കധികം ടോപ്പിക്സ് നമുക്ക് UPSCക്ക് വേണ്ടിയുള്ള ഈ ഒറ്റ ആർട്ടിക്കിളിൽ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. ആൻഡ് പിന്നെ ഇതെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഒരു ആർട്ടിക്കിള് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ഇത് മഹാരാഷ്ട്രയിലെ ഒരു സ്കീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് വേറൊന്നുമല്ല, മഹാരാഷ്ട്രയിൽ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് MCC ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സ്കീമുകളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊണ്ടുവന്നൊരു സ്കീമാണ് മാജി ലഡ്കി ബഹൻ യോജന. ഇതിൽ മാജി ലഡ്കി ബഹൻ യോജന വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് മാസം 1500 രൂപ മുതൽ 1500 രൂപ 21 വയസ്സിന് തൊട്ട് 65 വയസ്സ് വരെയുള്ള ഫീമെയിൽസിന് ഈ മാസം പൈസ അക്കൗണ്ട് ഇട്ട് കൊടുക്കാൻ. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ DBT, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ബാങ്കിൽ മൊത്തം പ്രശ്നമാണ്. എത്ര ആൾക്കാർ ബാങ്കിൽ കയറി ഇറങ്ങി ആകെ പ്രശ്നമാണ്, സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് വലിയൊരു ചോദ്യം പറയുന്നത്, ഇങ്ങനത്തെ സ്കീംസ് ഒക്കെ കൊടുക്കുമ്പോൾ വേണ്ടത്ര ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? എത്ര ലക്ഷം കോടി രൂപ വേണ്ടി വരും ഇത്രയും ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ? അപ്പം അത് പറയുന്നുണ്ട്, സ്കീംസ് കൊണ്ടുവരുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം സ്കീംസ് കൊണ്ടുവരാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ന്യൂസ്. ഇതിൽ ഇലക്ഷനെ കുറിച്ചിട്ട് അല്ലാത്ത വാർത്തകളിൽ കാശ്മീരിൽ നടന്ന വെടിവെപ്പും അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എലിഫന്റിനെ കാര്യമാക്കി നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എപ്പോഴും BTRനെ കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഈസ് ദിസ് BTR? ടൈഗർ കൺസർവേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ BTR മധ്യപ്രദേശിലാണ് ദ ബന്ധവ്ഗാഡ് ടൈഗർ റിസർവ്. ഉറപ്പായിട്ടും മാച്ച് ദ ഫോളോയിങ്ങിന് നമ്മൾ മുന്നേ സിംലിപാൽ റിസർവിനെ കുറിച്ച് കണ്ടിരുന്നു, ഒറീസയിലുള്ളത്. ഇവിടെ BTR എന്ന് ഉദ്ദേശിക്കുന്നത് ബന്ധവ്ഗാഡ് ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. ഇവിടെ 8-9 ഓൾമോസ്റ്റ് 10 എലിഫൻസ്, ആനകൾ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ ആനകൾ എന്തുകൊണ്ടാണ്, വൈ ഡിഡ് ദി എലിഫൻസ് ഡൈ, വാട്ട് വാസ് ദ റീസൺ, എന്താണ് ഇതിന്റെ കാരണമെന്ന് അന്വേഷിക്കുകയാണ്. എലിഫൻസ് വളരെ അങ്ങനെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഇതിന്റെ മരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതൊരു പോയ്സണിങ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. ആ പോയ്സണിങ്ങിന്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. സോ ആ പോയ്സൺ സംഭവിക്കാൻ ഇതിന് പ്രധാനപ്പെട്ട കാര്യം
There can be one important reason is poisoning. And that is the reason why mycotoxin, എന്താണ് ആ പോയ്സന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മേ ബി ബിക്കോസ് മൈക്കോടോക്സിൻ എന്ന് പറയുന്ന പോയ്സണിങ് കാരണമായിരിക്കാം ഇത് സംഭവിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുന്നത് മൈക്കോടോക്സിക്കോസിസ് അല്ലെങ്കിൽ മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്ന ഈ മൈക്കോടോക്സിൻ കാരണമായിരിക്കും. അല്ലെങ്കിൽ കോഡോ മില്ലറ്റ്. വാട്ട് ഈസ് ദിസ് കോഡോ മില്ലറ്റ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ മില്ലറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ, മില്ലറ്റ്സ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കോഡോ മില്ലറ്റ്സ്? അപ്പോൾ ഈ മൈക്കോടോക്സിൻ എന്ന് പറയുന്നത് ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇതൊരു ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മോൾഡ് ഓഫ് ഫംഗി. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ എക്സ്ട്രാ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇതൊരു മോൾഡ് ഓഫ് ഫംഗി പോലെയാണ്, ഫംഗി റിലേറ്റഡ് ആണ്. ഇത് ഫുഡിലൂടെയൊക്കെ വരാം, അതായത് നമ്മുടെ കണ്ടാമിനേഷൻ വരാം. നമ്മൾ കഴിക്കുന്ന സീരിയൽസ്, അതേപോലെ നട്ട്സ്, ഫ്രൂട്ട്സ്, ഇതിനകത്തൊക്കെ ഈ മൈക്കോടോക്സിൻ ഇത് ഇൻഫെക്ഷൻ ഇത് കാരണം നമുക്ക് അസുഖം വരാം. ഇത് കാരണമാണ് മൈക്കോടോക്സിക്കോസിസ് വരുന്നത്. സോ റിമെമ്പർ വാട്ട് ഈസ് മൈക്കോടോക്സിൻ ആൻഡ് എന്താണ് ഈ കോഡോ മില്ലറ്റ്? വാട്ട് യു മീൻ ബൈ ദിസ് കോഡോ മില്ലറ്റ്? ഒരു ദിവസം എത്ര ചോദ്യങ്ങളല്ല ശരിക്കും ചോദിക്കുന്നത് UPSCക്ക്. ശരിക്കും നമ്മൾ ശരിക്കും പേപ്പർ പഠിച്ച് എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്നല്ലേ മെയിൻസിനൊക്കെ. ഇത് നന്നായി വായിച്ച്, ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് നന്നായി പേപ്പർ വായിച്ച പിന്നെ മെയിൻസിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട നമുക്ക് വരില്ല. ഇപ്പം നിങ്ങൾ തന്നെ എൻ്റെ കൂടെ ഇന്ന് നോൺ സ്റ്റോപ്പാണ്, നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ മുടക്കിയിട്ടില്ല ഹിന്ദു ന്യൂസ് പേപ്പർ. കഴിഞ്ഞൊരു മാസം നോൺ സ്റ്റോപ്പായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ശരിക്കും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിനൊന്നും വേറെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് തന്നെ നന്നായി പഠിച്ചാൽ മതി. സോ കോഡോ മില്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നല്ല പ്രോട്ടീൻസും ഒരു കൈൻഡ് ഓഫ് ഹെൽത്തി ഗ്രെയിൻ ആണ്. മില്ലറ്റ്സ് പോലെ നല്ലൊരു ഗ്രെയിൻ ആണ് ഈ കോഡോ എന്ന് പറയുന്നത്. നമുക്ക് നല്ല പ്രോട്ടീൻ, നല്ല ഫൈബർ, മിനറൽസ് ഒക്കെ തരുന്ന ഒരു മില്ലറ്റ് ടൈപ്പ് ഓഫ് മില്ലറ്റ് ആണ് കോഡോ. അപ്പോൾ ഇത് കാരണമായിരിക്കാം എലിഫൻസ് ഡെത്ത് സംഭവിച്ചെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പ്രത്യേകം ഡിസ്കസ് ചെയ്താണ് പെട്രോളിംഗ്, ഡെംചോക്ക്, ഡെപ്സാങ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. എവിടെയാണ് നമ്മൾ മാപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നാത്തൂല, ബുംല ഒക്കെ നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലാണ്. നിങ്ങൾക്ക് IAS ഫാക്ടർ ആപ്പിൽ കാണാവുന്നതാണ് ഈ വീഡിയോ. പിന്നെ അതേപോലെ തന്നെ ഈ പെട്രോളിംഗ് പോയിന്റ്സ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു മാപ്പിൽ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്താണ് PP 10, 11, 12, 13. അതിലൊരു Y ജംഗ്ഷൻ എന്ന് കണ്ടല്ലോ, നമ്മളൊരു ചൈനീസ് Y ജംഗ്ഷൻ എന്ന് കണ്ടു. പെട്രോളിംഗ് പോയിന്റ് ഇങ്ങനെ പോയതിനു ശേഷം ഇവിടെ ഒരു ചൈനീസ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ വരാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്രോളിംഗ് പോയിന്റ്സ് എന്താണെന്നൊക്കെ ഉള്ളത്, ഡിസ്എൻഗേജ്മെന്റ് എന്താണ്, ഡി ഇൻഡക്ഷൻ എന്താണ്, ഡിസ്കലേഷൻ എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് നൗ മൂവിങ് ഓൺ ടു വെരി ഇമ്പോർട്ടൻറ്റ് ഓഫീസ്. പ്രൈം മിനിസ്റ്ററിന്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ മരണപ്പെട്ടു. ബിബേക് ദെബ്രോയ്. ഹി വാസ് എ ഫാന്റാസ്റ്റിക് എക്കണോമിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഗുജറാത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതി. ഇടയ്ക്കൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി ഗുജറാത്തിനെ കുറിച്ചിട്ട്, ഗുജറാത്ത് മോഡൽ ഓഫ് ഗ്രോത്തിന്. സോ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് UPSCക്ക് ആവശ്യം പേരുകളല്ലല്ലോ. ദിസ് PMEAC എന്ന് പറയുന്ന ബോഡിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. PMEAC, പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്ന കൗൺസിൽ എന്തിനാണ് ഉള്ളത് എന്ന് പറയുന്ന ലാർജർ ചോദ്യമുണ്ട്. സോ ഇത് വേണമെങ്കിൽ സിവിൽ സർവീസിന് ചോദിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് PMEAC. 1. This is a constitutional body. It's a statutory. This is a non-constitutional body. ഇത് non-constitutional ആണ്, non-permanent ആണ്. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. പ്രൈം മിനിസ്റ്ററിനെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്പെഷ്യലി പ്രൈം മിനിസ്റ്ററിനെ ഒക്കെ ഇന്ത്യയുടെ എക്കണോമിക് സിനാരിയോ, എക്കണോമിക് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്ന, അഡ്വൈസ് ചെയ്ത അതിൻ്റെ എക്കണോമിക് ഔട്ട്ലുക്ക് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ്, ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബോഡി പോലെയാണ് PMEAC എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നീതി ആയോഗാണ്. സോ റിമെമ്പർ, നീതി ആയോഗ് plays a very important role. Niti Aayog is the nodal agency. It not only aids, it also is the nodal agency of PMEAC. സോ ഈ ഒരു ഏജൻസിയാണ് ഇന്ത്യയുടെ ഒരുപാട് ഇദ്ദേഹം ഒരുപാട് നല്ല ട്രാൻസ്ലേറ്റർ ഒക്കെ ആണെന്ന് പറയുന്നത്. ഭഗവത്ഗീത, സാംസ്കൃത് പണ്ഡിതനും കൂടാണ്. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളും കൂടാണ് ബിബേക് ദെബ്രോയ്. സോ ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യം ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത പേജ് മൊത്തം പൊളിറ്റിക്കൽ വാർത്തയാണ്. അസംബ്ലി ഇലക്ഷനെ കുറിച്ചാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് UPSCക്ക് ആവശ്യമുള്ളതൊന്നും ഞാൻ അതിനകത്ത് എടുക്കുന്നില്ല. മൂവിങ് ഓൺ. രാജേഷ് കുമാർ takes charge as ഡിഫൻസ് സെക്രട്ടറി. 1989 ബാച്ചാണ്. IAS ഓഫീസറാണ്, ഡിഫൻസ് സെക്രട്ടറി. നിങ്ങൾക്കും സിവിൽ സർവീസ് IAS ഒക്കെ കിട്ടിയ കുറേ വർഷം കഴിയുമ്പോൾ ടുവേർഡ്സ് റിട്ടയർമെന്റിലൊക്കെ ആകുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് സെക്രട്ടറി എന്ന അത്രയും വലിയ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ക്യാബിനറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് ആണ്. സോ ഇതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ഇതിനാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഈ ആർട്ടിക്കിളാണ്. ഇന്ത്യ സൈലന്റ് after US imposes sanctions on 19 Indian companies.
സാങ്ഷൻ എന്ന് വിളിച്ചാൽ പോരാ, ഇറ്റ്സ് എ യൂണിലാറ്ററൽ സാങ്ഷൻ. അപ്പോൾ കുറച്ച് കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് യൂണിലാറ്ററൽ സാങ്ഷൻ? അപ്പോൾ എന്താണ് ഈ സാങ്ഷൻ എന്ന് പറയുന്ന? കണ്ടില്ലേ, നമ്മുടെ നാഷണൽ NSA അജിത് ദോവലും US കൗണ്ടർ പാർക്ക് ജെയ്ക്ക് സുലിവനും നമ്മൾ അവിടുത്തെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതിലുണ്ട്. നമുക്കിതിനകത്ത് വളരെ ക്വിക്കായിട്ട് ഇതിന്റെ കഥ പറഞ്ഞു പോവാം. പെട്ടെന്ന് ഞാൻ ഇതിന്റെ സ്റ്റോറി പെട്ടെന്ന് അങ്ങ് നറേറ്റ് ചെയ്ത് അങ്ങ് പോവാം, കാരണം ഇതിന്റെ കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, എന്താണ് സാങ്ഷൻസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദർ ആർ ഡിഫറെന്റ് വേർഡ്സ് ഇൻ എക്കണോമിക്സ് ലൈക്ക് സാങ്ഷൻസ്, എംബാർഗോ, ഇനി കുറേ വാക്കുകളുണ്ട്. അതായത് ഒരു രാജ്യം എക്സ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ തന്നെ എക്സും വൈ എടുക്കുന്നത്, റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഇനി യൂറോപ്യൻ രാജ്യങ്ങളും ലോകത്തുള്ള എല്ലാ കൺട്രികളും സാങ്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ റഷ്യക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം റഷ്യ അത്ര പവർഫുൾ ആണ്. അതായത് റഷ്യയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കളഞ്ഞു. ഇനി ഒരു ട്രേഡും ഒന്നുമില്ല, ഫ്ലൈയിങ് പോലും ഇല്ല, റഷ്യയായിട്ട് ഒരു ബന്ധവുമില്ല ഇനി. അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യത്തിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് സാങ്ഷൻ കൊണ്ടുവരുന്നത്. രാജ്യങ്ങളെല്ലാം കൂടെ എടുക്കുന്ന തീരുമാനമാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ യൂണിലാറ്ററൽ സാങ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്ലീസ് റിമെമ്പർ, യൂണിലാറ്ററൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഇന്ത്യ മാത്രമല്ല, ലോകത്തെ 400ഓളം കമ്പനീസിനെ സാങ്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള കുറച്ച് കമ്പനീസും കൂടെ ഉണ്ട്, 10-20 കമ്പനീസ് ഇന്ത്യയിൽ നിന്നും ഉണ്ട്. അപ്പൊ യൂണിലാറ്ററൽ സാങ്ഷൻ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ USA ആണ് യൂണിലാറ്ററൽ സാങ്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് മറ്റ് രാജ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ഇവരായിട്ടുള്ള ഒരു ഓത്തറൈസേഷനോ ഒന്നും ഇല്ലാതെയാണ് ഈ സാങ്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഞാൻ കുറച്ചുകൂടെ താഴെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇന്ത്യയുടെ MEA മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിക്റ്റമാണ് ഇന്ത്യ യൂണിലാറ്ററൽ സാങ്ഷൻസ് അപ്രൂവ് ചെയ്യില്ല, ഇന്ത്യ അംഗീകരിക്കില്ല യൂണിലാറ്ററൽ സാങ്ഷൻ. അങ്ങനെ ആർക്കും സാങ്ഷൻ പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഇനി എന്തിനാണ് ഇത്രയും രാജ്യങ്ങൾക്കെതിരെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് കോൾഡ് ഡ്യുവൽ യൂസ് ടെക്നോളജി. ഇതും ചോദിക്കാവുന്നതാണ് പ്രിലിംസിന്. വാട്ട് എക്സാക്ട്ലി ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ യൂസ് ടെക്നോളജി? എന്താണ് ഈ ഡ്യുവൽ യൂസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെക്നോളജി GPS എടുക്കാം. GPS എന്ന് പറഞ്ഞ ടെക്നോളജി സത്യം പറഞ്ഞാൽ ആദ്യം ആർമിക്ക് വേണ്ടി, മിലിറ്ററിക്ക് വേണ്ടിയാണ് എടുത്തത്. പക്ഷെ ഇന്ന് ഇത് മിലിറ്ററിക്ക് വേണ്ടി എടുത്താലും ഇന്ന് സാധാരണ സിവിലിയൻസ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ GPS ഉപയോഗിക്കുന്നില്ലേ? അതേപോലെ കാർബൺ ഫൈബർ, ഇതൊരു ടെക്നോളജിയാണ്. കാർബൺ ഫൈബർ എന്ന് പറയുന്ന കാര്യം പണ്ട് എയറോസ്പേസ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇപ്പൊ സൈക്കിളിലും മറ്റേ ഇലക്ട്രിക് ബൈക്ക് എല്ലാത്തിലും നമ്മൾ കാർബൺ ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ആർമിക്കും സിവിലിയനും ഒരേപോലെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് ഡ്യുവൽ യൂസ്. ആ വാക്കി തന്നെ രണ്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഡ്യുവൽ യൂസ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെയാണ് ഡ്യുവൽ യൂസ് ടെക്നോളജി. ഇത് റഷ്യക്ക് കൊടുത്തു. റഷ്യയായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് പ്രശ്നം. റഷ്യക്ക് ഡ്യുവൽ യൂസ് ടെക്നോളജി ഈ നമ്മുടെ കമ്പനികൾ റഷ്യക്കും വിൽക്കുന്നുണ്ട്. ഈ കമ്പനി റഷ്യക്ക് ആ ടെക്നോളജി കൊടുക്കുന്നുകൊണ്ടാണ് ഈ കമ്പനീസിനെതിരെ യൂണിലാറ്ററൽ സാങ്ഷൻ കൊണ്ടുവന്നത്. അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ആ വാക്ക് ഓർത്ത് വെക്കണം, യൂണിലാറ്ററൽ സാങ്ഷൻ ആണ്. സോ ഇത്രയേ ഉള്ളൂ ഈ മൊത്തം ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൽ ഇന്ത്യ അങ്ങോട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ പോകുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ വേറെയും കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. യൂണിലാറ്ററൽ സാങ്ഷനോട് മാത്രമല്ല, യു നീഡ് ടു നോ സം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ലൈക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഐസെറ്റ്? എന്തായാലും പറഞ്ഞാൽ ഇതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി 2023 വന്നതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ പ്രിലിംസ് ക്വസ്റ്റ്യൻ. എന്താണ് ഐസെറ്റ് എന്ന് കാണുമ്പോൾ അടുത്ത പ്രാവശ്യം ഞെട്ടരുത്. ഐസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ US തമ്മിൽ കൊണ്ടുവന്ന കൊലാബറേഷനാണ്. ടെക്നോളജിയിൽ വന്ന ഏറ്റവും വലിയ ഒരു കൊലാബറേഷനാണ് ഐസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടെക്നോളജി, കട്ടിംഗ് എഡ്ജ് ടെക്നോളജി മാത്രമല്ല, അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ടെക് മാത്രമല്ല, ഡിഫൻസിന് വേണ്ടി എഗ്രിമെന്റ് ഉണ്ട്, AI ഉണ്ട്, AIക്ക് വേണ്ടിയുണ്ട്, അതേപോലെ തന്നെ AI ഡിഫൻസ്, സ്പേസ് ടെക്നോളജി വരുന്നുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉണ്ട്, വയർലെസ് ടെക്നോളജി ഉണ്ട്. അതേപോലെ കുറേ ടെക്നോളജിയിൽ ഒരു ഇന്ത്യയും ഇത് കൊണ്ടുവരുന്ന അതാണ് ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി എന്ന് ഉദ്ദേശിച്ചത്. ഇതെല്ലാം ഓൾറെഡി കമ്പനീസ് ആയിട്ട് ഓൾറെഡി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കഥ എന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ ദി സാങ്ഷൻസ്. ദിസ് ഇസ് എ യൂണിലാറ്ററൽ സാങ്ഷൻ ആൻഡ് ഇന്ത്യ ഡസ് നോട്ട് അക്സെപ്റ്റ് ദിസ് കൈൻഡ് ഓഫ് എ യൂണിലാറ്ററൽ സാങ്ഷൻ എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നെയാണ് ഈ രണ്ടാമത്തെ ആർട്ടിക്കിളും. ഡൽഹി, ബാംഗ്ലൂരു ഫേംസ് എമംഗ് ദോസ് ഫേസിങ് സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്ന കമ്പനീസിന്റെ പേരാണ്. നമുക്ക് അതൊന്നുമില്ല, കമ്പനീസ് സാങ്ഷൻ നേരിട്ടിട്ടുണ്ടെന്ന് മാത്രം നമുക്കിവിടെ മനസ്സിലാക്കിയാൽ മതി. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ഓൾസോ വെരി പ്രിറ്റി ക്ലിയർ. സോ
ഇനി അടുത്തത് പ്രധാനപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പറയാതെ പോകുന്നതിൽ ഒരു കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇത് കുറച്ചധികം കാര്യങ്ങൾ, അധികം പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇന്ത്യ ഏകദേശം 81,000 ഓൾമോസ്റ്റ് 81,640 81.64K crore 80,000 കോടി രൂപയാണ് ക്ലൈമറ്റ് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് ഇത് 2025 മുതൽ 30 വരെ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ ഇത്രയും ഫണ്ട് ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് മാത്രമല്ല, ലോകത്തെ രാജ്യങ്ങളായിട്ടും ബയോഡൈവേഴ്സിറ്റി ആയിട്ട് പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഇന്ത്യ തയ്യാറാണ്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാന്റ്സ്, ഫ്ലോറ, ഫോണ, ആനിമലിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ താല്പര്യപ്പെടുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്? അപ്പോൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ ദിസ് ബ്രിങ്സ് us വാട്ട് ഈസ് an important കൺവെൻഷൻ, CBD, ദ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഉറപ്പായിട്ടും നമ്മളിത് കണ്ടുപിടിച്ച് വെക്കണം. നിങ്ങൾ വേറെ ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് എല്ലാം ഓരോന്നും ഡിസ്കസ് ചെയ്യാത്തത്. സോ നോ വാട്ട് ഈസ് CBD എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. CBD എന്താണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ very very important concept of KMGBF. What is KMGBF? എന്താണ് ഈ KMGBF എന്ന് പറയുന്നത്? കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും 2022 വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രെയിംവർക്കും കൂടാണത്. ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ്. അതുമാത്രമല്ല, എന്താണ് ഈ KMGBF എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. എന്താണ് NBSAP? എന്താണ് NBSAP? നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ പ്ലാൻ ആണ് NBSAP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇനി അടുത്ത് മാത്രമുണ്ട്. അപ്പോൾ എന്താണ് ഈ KMGBF എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് DSI? There is something else called as digital sequence information. എന്താണ് ഈ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത്? DSI എന്ന് പറഞ്ഞത് ഇതൊരു ഗ്ലോബൽ ഡേറ്റാബേസ് ആണ്. അതായത് ഡിജിറ്റലി യു ഷുഡ് നോ ദീസ് ആർ ദ ഡിജിറ്റൽ ഡേറ്റ. ഈ ഓർത്തിരുന്നോളൂ, DSI എന്ന് മാത്രമേ ഉള്ളൂ. ദീസ് ആർ ഡിജിറ്റൽ ഡേറ്റ ഡിറൈവ്ഡ് ഫ്രം, അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ദേ ആർ ഡിജിറ്റൽ ഡേറ്റ ഡിറൈവ്ഡ് ഫ്രം ജനറ്റിക് മെറ്റീരിയൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് DSI എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്നാണ്. ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് നമുക്ക് DSI എന്നുള്ളത്. അതേപോലെ എന്താണ് KMGBF, അതേപോലെ എന്താണ് NBSAP, എന്താണ് DSI is one of the agreements currently debated upon countries in equitably sharing the benefits from uploading genetic data. കണ്ടോ, DSI എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ജനറ്റിക്കലി അപ്ലോഡിങ് ഡേറ്റ ഓഫ് ഗ്ലോബൽ ഡേറ്റാബേസ്. ജനറ്റിക്കലി കാര്യം മനസ്സിലായി, ജനറ്റിക് ഡേറ്റ ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കണ്ടോ എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഇവിടെ എടുക്കാനുള്ളത്. ഒന്ന്, നമുക്ക് ഞാൻ എടുത്തു പറഞ്ഞാൽ ഒന്ന് എന്താണ് CBD എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CBD കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടി? കൊളംബിയ എന്ന രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് കൊളംബിയ എന്ന രാജ്യം കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വേർ ഇസ് കൊളംബിയ? മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ പ്രധാനപ്പെട്ടതാണ് എന്താണ് KMGBF എന്ന കോൺസെപ്റ്റ്. അതേപോലെ വാട്ട് ഇസ് ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ആൻഡ് വാട്ട് ഇസ് NBSAP. ഇത്രയും കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ആർട്ടിക്കിളാണ്. ഇതിനകത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കാണ്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻവയോൺമെൻറ്റ് ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതും ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യാം. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. എസ്പെഷ്യലി നമ്മുടെ മെയിൻസിൻ്റെ GS പേപ്പർ 3 പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, GS പേപ്പർ 3ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. യു ക്യാൻ മാർക്ക് ഇറ്റ്. എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ എന്നൊരു വാക്ക് നിങ്ങളുടെ സിലബസിൽ കിടപ്പുണ്ട്. ടു ബി വെരി സ്പെസൈസ്, വാട്ട് ഈസ് ദ PPP മോഡലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട്. EPC. അപ്പോൾ അതേപോലെ തന്നെ ലെറ്റ്സ് ഡിസ്കസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നമ്മൾ എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർഡ് കാണുന്നതാണ് വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയാണ് വിഴിഞ്ഞം? നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിലും നിങ്ങൾ മാപ്പിൽ എവിടെയാണ് വിഴിഞ്ഞം, എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് വളരെ സ്ട്രാറ്റജിക് ആവുന്നത് എന്നുള്ളൊരു ആൻസർ നിങ്ങൾക്ക് വേണം. ഇത് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാവുന്നതുമാണ്. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ദേ ക്യാൻ ആസ്ക് യു എ ക്വസ്റ്റൻ ഓൺ വിഴിഞ്ഞം. ദേ ക്യാൻ റിയലി ആസ്ക് യു എ ക്വസ്റ്റൻ ഓൺ വിഴിഞ്ഞം ചോദിക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട്,
ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഫണ്ട്, അതായത് VGF, അവിടെയാണ് ചോദ്യം. ഈ VGFൽ നിന്ന് തരാമെന്ന് പറഞ്ഞ ഫണ്ട് കേരളത്തിന് തരണം. ഈ പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി ഒരു എക്കണോമിക് അഫയർസിന്റെ, ഗവൺമെന്റിന്റെ തന്നെ എക്കണോമിക് അഫയർസിന്റെ ഒരു കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ട് കേരളത്തിന് ഏകദേശം ഒരു 800, 900, 1000 കോടിയോളം രൂപ കൊടുക്കാം, VGF വഴി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് തരണം വേണ്ടി പിണറായി വിജയൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് തൂത്തുക്കുടി പോർട്ട്, ട്യൂട്ടിക്കോറിൻ പോർട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ട്യൂട്ടിക്കോറിൻ പോർട്ട്. തമിഴ്നാട്ടിലെ ട്യൂട്ടിക്കോറിൻ പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയും ഇതേപോലെ ഫണ്ട് കൊടുത്തു. പക്ഷെ ഒരു ചെറിയ കാര്യം പിണറായി വിജയനോട് പറയുന്നുണ്ട്, VGF വഴി ഫണ്ട് കേരളത്തിന് തരാനാണ് പറയുന്നത്. വിഴിഞ്ഞത്തിന് VGF വഴി ഫണ്ട് കേരളത്തിന് കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ ഈ ഫണ്ട് തിരിച്ചടയ്ക്കാൻ പറയരുത്. We will not give you back this money because it is not a loan. Very important. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് തരുന്ന പൈസയാണ്. ഞങ്ങൾ തിരിച്ച് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഈ പൈസ കേരളം അടയ്ക്കാൻ പറയരുത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെൻട്രൽ ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി VGF വഴി കേരളത്തിന് വിഴിഞ്ഞത്തിന് ഫണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കേരളത്തിനടുത്ത് തിരിച്ച് ഇതിന്റെ പൈസ റീപേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് അല്ലേ, ഞാൻ എന്തിന് പേ ചെയ്യണം? ഇനി അങ്ങനെ തന്നെ ഇത് പേ ചെയ്ത് വന്നാൽ കേരളത്തിന് ഏകദേശം 12,000 കോടി രൂപ തിരിച്ചടക്കേണ്ടി വരും. അത്രയും വലിയ ലോസ് ആണ് കേരളത്തിന്റെ ബഡ്ജറ്റിലും ഇതിൽ എക്സക്യൂറിലും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം വന്നപ്പോഴാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇനി എന്താണ് VGF എന്നുള്ളത് വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു. നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പൈസ ആവശ്യമുണ്ട്, ഒരുപാട് കോസ്റ്റ് ആവശ്യമുണ്ട്. ഈ പൈസ നമ്മുടെ കയ്യിലില്ല എന്നും പറഞ്ഞ് ബ്രിഡ്ജ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്. അതായത് ഈ ബ്രിഡ്ജ് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇതൊന്നും പൈസ ഒന്നും കിട്ടില്ല. നമുക്കിതൊന്നും വരുമാനമൊന്നും ഇല്ല. കുറേ കാലമെങ്കിലും നമുക്ക് വരുമാനം നിൽ റവന്യൂ ആണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ നമുക്കിതിന്ന് റവന്യൂ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഇറ്റ് ടു ദ വാല്യൂ ഓഫ് മണി ജനറേറ്റഡ്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് റവന്യൂ ജനറേറ്റഡ്. ഇത് ഉണ്ടാക്കാനുള്ള കോസ്റ്റും പിന്നീട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും, സോ പൈസ ഇറക്കുന്നതും തിരിച്ച് കിട്ടുന്നതും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ഫണ്ട് ചെയ്യാനാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ചെയ്യുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് അവിടെ നമ്മൾ ഫണ്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫണ്ടാണ്, VGF കൊടുക്കുന്ന ഫണ്ട്. ഇത് കൂടുതലും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഒക്കെ നന്നായി വരാൻ വേണ്ടി. കാരണം പ്രൈവറ്റ് ആൾക്കാരെ നമുക്ക് എൻകറേജ് ചെയ്യണ്ടേ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ. അപ്പോൾ അവരെയും കൂടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ലൊരു പങ്ക് വഹിപ്പിക്കാൻ ഈ ഫണ്ട്, ഇങ്ങനത്തെ ഫണ്ട് കൊടുക്കുമ്പോൾ പലപ്പോഴും ഇതൊരു ഗ്രാന്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ലോൺ അല്ല. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഇസ് കൈൻഡ് ഓഫ് എ ഗ്രാന്റ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഇത് അപ്രൂവ് ചെയ്ത ഫണ്ടാണിത്. അപ്പോൾ ഈ ഫണ്ട് അപ്രൂവ് ചെയ്തതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ പറയുന്നത് ശരിയല്ലല്ലോ എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. സോ എന്താണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നും PPP, ഇത് എന്തായാലും GS പേപ്പർ 3 ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കാം. കാരണം മെയിൻസിന് അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്നുള്ളത്. സോ കൈൻഡ്ലി റിമെമ്പർ ദിസ് തിങ്. ഓക്കെ, ഇന്ന് തൊട്ടാ ഇഷ്ടം പോലെയാണ്. ഇപ്പം ഇത്രയും ബോംബ് പൊട്ടുന്നു, എയർപോർട്ടിൽ ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞ ആൾ നാഗ്പൂരിൽ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട വാർത്തയാണ്, നാഗ ഗ്രൂപ്പ് urges the center to finalize peace deal this year. NNPG, the Naga National Political Group എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവര് 2019 ഒരു എഗ്രിമെന്റിൽ വന്നിട്ടുണ്ട്, പ്രൊവിഷൻസ് വിച്ച് ഇൻക്ലൂഡ്സ് നാഗ പീസ് പാക്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസാം അക്കോർഡ് എന്ന് ഓർമ്മയുണ്ടോ? 1985 രാജീവ് ഗാന്ധിയുടെ സമയത്ത് അസാം അക്കോർഡ് വന്നു. സിറ്റിസൺഷിപ്പ് ആക്ടിൽ സെക്ഷൻ 6A നമ്മൾ ആഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നാഗ പീസ് പാക്ട് ആണ്. ഇവിടെ നാഗ പീസ് പാക്ട് വേണമെന്ന് 2019 പറയുന്നുണ്ട്. അവർക്ക് കുറേ ഡിമാൻഡ് ഉണ്ട് നാഗാലാൻഡിന്. ആ ഡിമാൻഡുകൾ കേൾക്കാം. നാഗ പീസ് പാക്ടിന്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പാസ്പോർട്ടിൽ സെപ്പറേറ്റ് പേജ് വേണം നാഗാസിന്. പാസ്പോർട്ടിൽ സെപ്പറേറ്റ് പേജ് വേണം. ഒന്ന്. രണ്ട്, ഇന്ത്യൻ പാസ്പോർട്ടിൽ സെപ്പറേറ്റ് പേജ് വേണമെന്ന് പറഞ്ഞു. രണ്ട്, നാഗാലാൻഡിന് ഒരു ബൈക്യാമറൽ അസംബ്ലി വേണം. വിധാൻ സഭ എന്ന് പറയുന്ന പോലെ പരിഷത്തും കൗൺസിലും, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന പോലെ ബൈക്യാമറൽ അസംബ്ലി വേണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സെപ്പറേറ്റ്, അത് പറയുന്ന ഒരു സെപ്പറേറ്റ് കണ്ടിൻജന്റ് വേണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേക ഇന്റർനാഷണൽ ഇവന്റിനൊക്കെ പോകുമ്പോൾ നാഗ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കണ്ടിൻജന്റ് ആയിട്ട് തന്നെ മാറണം എന്നും കൂടെ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടെ കണ്ടോ. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഐസക് ആൻഡ് മൊയേവ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇറ്റ്സ് എ വെരി പോപ്പുലർ വൺ, ഐസക് ആൻഡ് മൊയേവ.
സോ ഇതിൽ പറയുന്നുണ്ട് എന്താണ്, സെപ്പറേറ്റ് ബൈക്യാമൽ രജിസ്ട്രേഷൻ വേണം, സെപ്പറേറ്റ് കണ്ടിൻജന്റ്, പാസ്പോർട്ടിൽ സെപ്പറേറ്റ് പേജ് വേണം, പാർലമെന്റിൽ നാഗാസിന് പ്രത്യേക പരിഗണന കൊടുക്കണം, ആൻഡ് അതേപോലെ തന്നെ സെപ്പറേറ്റ് കണ്ടിൻജന്റ് ഫോർ നാഗാസ് ഇൻ ഓൾ ഇന്റർനാഷണൽ ഇവന്റ്. ഇതൊക്കെ കൊടുക്കാനാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2024 ഈ നാഗ പീസ് പാക്ട് ഒപ്പിട്ടതിന് ശേഷം ഇതൊക്കെ കൊടുക്കൂല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ നോക്കിയിട്ട് നമ്മളത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ മെയിനായിട്ട് വന്നത്. സോ മൂവിങ് ഓൺ, ബിസിനസ്സിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് എന്ന് എടുത്ത് പറയുന്നില്ല. ഇന്ത്യ സൗദി അറേബ്യ തമ്മിൽ ഒരുപാട് ബന്ധം, റിലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിൻടെക്, ടെക്നോളജി, എനർജി എഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ, ടെക്സ്റ്റൈൽ, മൈനിങ്ങിലൊക്കെ, ട്രേഡിലൊക്കെ ഡിസ്കഷൻ ഉണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലീൻ ഹൈഡ്രോജൻ. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലീൻ ഹൈഡ്രോജൻ എന്ന് പറയുമ്പോൾ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് പല കളർ ഓഫ് ഹൈഡ്രോജൻ ഇല്ലേ, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, ഗ്രേ എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഈ ടൈപ്പ് ഓഫ് ഹൈഡ്രോജൻ? ക്ലീൻ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫോസൽ ഫ്യൂവൽസോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതിന് ഒരുപാട് എമിഷൻസ് ഉണ്ട്. ഹൈഡ്രോജൻ ആണെങ്കിലും അതിന് എമിഷൻസ് ഉണ്ട്. ക്ലീൻ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എമിഷൻസ് ഒന്നുമില്ല, ഇറ്റ്സ് വെരി ക്ലീൻ. ഇലക്ട്രോളിസിസും അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്ന ഹൈഡ്രോജൻ ആണ് ക്ലീൻ ഹൈഡ്രോജൻ. ആണ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ അബൌട്ട് ദിസ് ക്ലീൻ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ പറ്റണം. പിന്നെ ഗോൾഡിൻ്റെ പ്രൈസും, പിന്നെ വളരെ ഫേമസ് ആയിട്ട് ടി ഗോപാലൻ നമ്പ്യാർ, ടി ജി എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള BPL കമ്പനി, നമ്മുടെ മലയാളിയാണ്, ടി ഗോപാലൻ നമ്പ്യാർ, BPL നമ്പ്യാർ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. BPLൻ്റെ ഫൗണ്ടറും അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് പോലെയാണത് കാണിക്കുന്നത്. ഐ തിങ്ക് അതൊരു ട്രിബ്യൂട്ട് പോലെയാണ് എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട്. ആൻസെസ്ട്രൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് ഇത് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ അടുത്ത ഇന്റർനാഷണൽ വാർത്തയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 2-3 കാര്യങ്ങൾ, മാപ്പ് സ്റ്റഡി നടത്താൻ കാര്യങ്ങളായി. പാകിസ്ഥാനിൽ പോളിയോ വാക്സിൻ ഡ്രൈവ് നടത്തി, അവിടെയും ബോംബ് നടന്നു. സോ എഗെയിൻ എന്താണ് പോളിയോ എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓൾറെഡി ഇതായിട്ടുണ്ട് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ്. വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് എന്ന് പറയുമ്പോൾ VDPV എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നോക്കി. മേഘാലയയിലെ ഇഷ്യൂസും WHO കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ എന്താണ് പോളിയോ വാക്സിൻ എന്നുള്ളത് ഉറപ്പായിട്ട് ന്യൂസിലുണ്ട്. ആൻഡ് വെയർ ഇസ് ദിസ് ഗബറോൺ, അല്ലെങ്കിൽ എവിടെയാണ് ബോട്സ്വാന? നമ്മൾ ചാട് കണ്ടു, ആഫ്രിക്കയിലെ രാജ്യങ്ങളുടെ ബോർഡർ നോക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എവിടെയാണ് ബോട്സ്വാന എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. ജപ്പാനും യൂറോപ്യൻ യൂണിയനും പുതിയൊരു ഡീല് വന്നു, സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ഡീല് സൈൻ ചെയ്തിരിക്കുകയാണ്. അത് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്പെയിനിൽ ഫ്ലഡ് വന്നിരിക്കുകയാണ്. അവിടെയും ഫ്ലഡ് കാരണം 200ഓളം പേരാണ് സ്പെയിനിൽ ഫ്ലഡ് കാരണം മരിച്ചത്. സോ എങ്ങനെയാണ് ഫ്ലഡ്, ഫ്ലാഷ് ഫ്ലഡ്, ഇതെല്ലാം നമുക്ക് ജോഗ്രഫിക്കിലേക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ മെയിൻസ് പെർസ്പെക്റ്റീവിൽ GS പേപ്പർ 1 ജിയോ ഫിസിക്കൽ ഫെനോമിന എന്നൊരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രംപും ഹാരിസൊക്കെ ദീപാവലി ആഘോഷിച്ചു എന്ന് പറയുന്നുണ്ട്. ആസ് യൂഷ്വൽ ഗാസയിലെ മരണം, നത്തിങ് ന്യൂ. പിന്നെ ഹിന്ദുസിന് ബാംഗ്ലാദേശിൽ പ്രൊട്ടക്ഷൻ വേണം. കാരണം ബാംഗ്ലാദേശിലെ ഹിന്ദുസ് ഒരു മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ ബാംഗ്ലാദേശിലെ ഹിന്ദുസിന് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിൽ അവർ വാദിക്കുന്നുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻസ് എല്ലാവരും മൈനോറിറ്റി ആയിട്ടുള്ള അവർക്ക് ഇത് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അഗെയിൻ അങ്ങനെ ഫൈനലി കോൺട്രവേഴ്സിക്ക് ശേഷം നോർത്ത് കൊറിയ വോസ് ടു സ്റ്റാൻഡ് ബൈ യുക്രൈൻ. സൗത്ത് കൊറിയ എന്നും പരാതി പറയും, നോർത്ത് കൊറിയയിലെ ആൾക്കാർ റഷ്യയിൽ പോയിട്ട് യുക്രൈനെതിരെ വാർ ഫൈറ്റ് ചെയ്യുകയാണെന്നല്ലേ. അപ്പോൾ എന്തിനാണ് നോർത്ത് കൊറിയ റഷ്യയിലേക്ക് ആൾക്കാരെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ തന്നെ പറയുന്നു, ഞങ്ങൾ റഷ്യയുടെ കൂടെ തന്നെ ഉണ്ടാവുന്നില്ലേ യുക്രൈൻ്റെ വാറിനെതിരെ. സോ ദാറ്റ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ നോർത്ത് കൊറിയ ആൻഡ് റഷ്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. സോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ കം അപ്പ് വിത്ത് ദ ന്യൂ കോണ്ടന്റ്സ്. സോ റീഡ് വെൽ, ഈ പറഞ്ഞ എല്ലാം നന്നായിട്ട് പഠിക്കുക. വിൽ കം അപ്പ് വിത്ത് അതർ കോണ്ടന്റ്. ഓക്കെ, മീൻ വൈൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മുടെ IAS ഫാക്ടർ ആപ്പിൽ കിടപ്പുണ്ട്, എല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.